അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹസന്തോഷങ്ങൾ നിറഞ്ഞ വിശ്വാസികളെ, വിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും അവസാനത്തെ പവിത്രമായ ദിനങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശദമായി റമളാനെക്കുറിച്ച് പറയുന്നില്ല. നിരവധി സംസാരങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും നിങ്ങളത് കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ഗൗരവത്തിൽ എടുക്കുന്നുണ്ടാകും. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധമായ ഈ ദിനങ്ങളിൽ നാം നിർവഹിക്കുന്ന ഇബാദത്തുകളും നന്മയാർന്ന ചിന്തകളും നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളമായി മഹാന്മാർ പറയുന്നത് റമളാനിനു ശേഷം ജീവിതം ചിട്ടപ്പെടുത്തപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കട്ടെ. വിശുദ്ധമായ റമളാനിന് ശേഷം നമ്മുടെ ജീവിതം എങ്ങനെയാണോ റമളാനിൽ ഉണ്ടായതുപോലെയുള്ള ഒരു ആത്മീയമായ അനുഭൂതിയിൽ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ, മറ്റു കർമ്മങ്ങളുടെ കാര്യത്തിൽ, ചിട്ടയുടെ കാര്യത്തിൽ, ദാനധർമ്മത്തിൻ്റെ കാര്യത്തിൽ റമളാന് ശേഷവും നമ്മുടെ ജീവിതം ആത്മീയമായ അനുഭൂതിയിൽ ആണെങ്കിലാണ് നമ്മുടെ റമളാൻ സ്വീകരിക്കപ്പെട്ടു എന്നതാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇത്രയും കാല ജീവിതത്തിനിടയിൽ ഒരുപാട് റമളാനുകൾ നമ്മൾ ഇതുവരെ അനുഭവിച്ചു. പല റമളാനുകളിലും നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും സ്വതക്കയുടെയും സുന്നത്ത് നിസ്കാരങ്ങളുടെയും മറ്റു സുന്നത്തുകളുടെയും ഒക്കെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടായിരുന്നുവെങ്കിലും റമളാനിന് ശേഷം പലപ്പോഴും നമ്മിൽ നിന്ന് അത് നഷ്ടപ്പെട്ടുപോയി. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിൻ്റെയൊക്കെ അർത്ഥം പലപ്പോഴും നമ്മുടെ ആ റമളാനുകൾ വിഫലമായി അല്ലെങ്കിൽ വെറുതെയായി എന്നതാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. റമളാൻ മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നിർബന്ധമാക്കിയതിൻ്റെ അതിപ്രധാന കാരണം വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടാവാൻ വേണ്ടിയാണ്. ആ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി, അവൻ്റെ അനുസരണയിലായി, അവൻ്റെ കൽപ്പനകളെ മുഴുവനായും ഉൾക്കൊണ്ട്, അവൻ നിരോധിച്ച കാര്യങ്ങളെ മുഴുവനായും നിരോധിച്ച് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാതയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. ആ തഖ്വ പലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് റമളാനിൻ്റെ പ്രഭ നഷ്ടപ്പെടുന്നത്. എന്തിനാണ് അല്ലാഹു തആല വർഷത്തിൽ ഒരിക്കൽ റമളാനാക്കിയത്? മഹാന്മാരൊക്കെ പറയുന്നത് കേൾക്കാലോ. റമളാനിൻ്റെ പോരിശ കേട്ടപ്പോൾ വർഷം മുഴുവൻ റമളാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോയി എന്നത്. അഥവാ അത്രയും വലിയ ശ്രേഷ്ഠതയാണല്ലോ റമളാന്. എന്തുകൊണ്ടാണ് റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തിൽ ഒരു തവണ മാത്രമാക്കിയത്? അതും റജബിനും ശഅബാനിനും ശേഷമുള്ള ഒരു മാസം, ശവ്വാലിന് തൊട്ടുമുമ്പുള്ള ഒരു മാസം. എന്തിനാണ് ഇങ്ങനെ ചിട്ടപ്പെടുത്തിയത്? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വിശദീകരണങ്ങളും മഹാന്മാർ നൽകുന്നുണ്ട്. ഒറ്റ കാര്യം പറയാം, വർഷത്തിലൊരിക്കൽ വിശുദ്ധമായ റമളാൻ അല്ലാഹു തആല നൽകുന്നത് ഒരു കൃത്യമായ ഓഡിറ്റിങ്ങിന് വേണ്ടിയാണ്. മാർച്ച് മാസത്തെ ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് മന്തായി രേഖപ്പെടുത്തപ്പെടാറുണ്ട്, കണക്കാക്കാറുണ്ട്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണ് മാർച്ച് മാസം. മാർച്ച് മാസം എല്ലാ കണക്കുകളും കൃത്യമായി
ക്ലോസ് ചെയ്ത് അതിനെ ഓഡിറ്റ് ചെയ്യുന്ന സമയമാണ്. ഫിനാൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൃത്യമായി അതിനെക്കുറിച്ച് അറിയും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, റമദാൻ മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ 11 മാസത്തെ ഒരു ഓഡിറ്റിംഗ് ആണ്. കഴിഞ്ഞ 11 മാസം നമ്മുടെ ജീവിതത്തിൽ ചിട്ടകൾ ഉണ്ടായിരുന്നോ? നമ്മൾ വേലികൾക്കപ്പുറത്തേക്ക് കടന്നു ചെന്നിരുന്നോ? നമ്മുടെ ബാധ്യതകൾ കൃത്യമായി നിർവഹിച്ചിരുന്നോ? പാവപ്പെട്ടവരെ തിരിച്ചറിഞ്ഞിരുന്നോ? കടമകൾ കൃത്യമായി നമുക്ക് നിറവേറ്റാൻ സാധിച്ചിരുന്നോ? കടമകൾ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട് പ്രധാനമായും. ഒന്ന് നാഥനോടുള്ള കടമയാണ്, അതാണ് ഏറ്റവും വലുത്. രണ്ടാമത്തേത് സൃഷ്ടികളോടുള്ള കടമയാണ്. താൻ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയുണ്ടോ അവർക്കൊക്കെ അത് കൃത്യമായി ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള. അപ്പം ഇങ്ങനെ കഴിഞ്ഞ 11 മാസത്തെ ഒരു ഓഡിറ്റിംഗ് പൂർത്തിയാക്കി, തീർച്ചയായും കുറവുകൾ ജീവിതത്തിൽ ഉണ്ടാകും. മനുഷ്യൻ തെറ്റുകളോട് ചായ്ഞ്ഞു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ സാധ്യതയാണ് തെറ്റുകൾ ഉണ്ടാവാൻ. കൃത്യമായി ഓഡിറ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് തെറ്റുകളെ തിരിച്ചറിയാൻ കഴിയുന്നു, കുറവുകളെ നമുക്ക് വ്യക്തമാകുന്നു. ആ കുറവുകളെല്ലാം നികത്തി ആരാധനകളുടെ കാര്യത്തിൽ, ജീവിത ചിട്ടയുടെ കാര്യത്തിൽ, ആത്മീയതയുടെ കാര്യത്തിൽ, ദൗത്യ നിർവഹണങ്ങളുടെ കാര്യത്തിൽ, സർവോപരി നമ്മുടെ ശാരീരിക, മാനസിക, സാമ്പത്തിക ശുദ്ധിയുടെ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തുക എന്നതാണ് റമദാൻ കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതിനാണ് വർഷത്തിൽ ഒരു റമദാൻ ക്രമീകരിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, റമദാന് ശേഷവും നമ്മുടെ ജീവിതം കൃത്യമായിരിക്കണം. വിശുദ്ധമായ റമദാനിൽ നമ്മൾ സുന്നത്തുകൾ നിസ്കരിച്ചു, റവാത്തിബ് നിസ്കാരങ്ങൾ നമ്മൾ പതിവാക്കി, വളരെ നേരത്തെ നമ്മൾ പള്ളിയിലെത്തി. സ്ത്രീകളാണെങ്കിൽ സമയത്തിന് തന്നെ നിസ്കരിച്ചു, തറാവീഹ് നിസ്കരിച്ചു, നോമ്പെടുത്തു, സ്വതക്കകൾ നൽകി, സക്കാത്തുകൾ ചിട്ടപ്പെടുത്താനുള്ളവർ അത് നിർവഹിച്ചു. പാവപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ കുടുംബത്തിൽ സുഭിക്ഷമായ ഭക്ഷണമൊരുക്കി. പല രോഗികളെയും സന്ദർശിച്ചു. പലരോടും മിണ്ടാതിരുന്നവർ, തെറ്റിയവർ, അവർ അടുപ്പം പുലർത്തി, കുടുംബബന്ധങ്ങൾ പുലർത്തി, സൗഹൃദ ബന്ധങ്ങൾ പുലർത്തി. വിശുദ്ധമായ റമദാൻ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള വലിയ ഒരു അവസരമായി നമ്മൾ ഉപയോഗപ്പെടുത്തി. കൂട്ടുകാരെ, അവസാനിപ്പിക്കുകയാണ്. ഈ വിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് ശവ്വാലിലേക്ക് നമ്മൾ കടക്കും. ആ ശവ്വാൽ മുതൽ അടുത്ത റമദാൻ വരെ നമ്മളിൽ ഈ ആത്മീയമായ പ്രഭ കാത്തു സൂക്ഷിക്കണം. അങ്ങനെയാകുമ്പോഴാണ് റമദാൻ നമുക്ക് സ്വീകാര്യമാവുന്നത്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ്റെ മൂക്ക് നിലത്ത് കുത്തിപ്പോകട്ടെ, അഥവാ അവൻ നിന്ദ്യനാകട്ടെ. എന്തിനാണ് തങ്ങൾ ദുആ ചെയ്ത്? തങ്ങൾ പറഞ്ഞു, വിശുദ്ധമായ റമദാൻ അനുഭവിക്കാൻ അവസരമുണ്ടായിട്ടും തൻ്റെ പാപങ്ങളെ പൊറുപ്പിക്കാത്തവൻ, അഥവാ റമദാനിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താത്തവൻ പരാജിതനാവട്ടെ, നിന്ദ്യനാവട്ടെ എന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ നിന്ദയിൽ നമ്മൾ ഉൾപ്പെടരുത്. റമദാനിൽ പോലും പലപ്പോഴും നമ്മുടെ അമലുകൾക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. ചില നിസ്കാരങ്ങൾക്ക്, നോമ്പുകൾക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കുറവാണത്. അല്ലാഹു തആല എല്ലാ കുറവുകളും പരിഹരിച്ച് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ലക്ഷങ്ങളെയാണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മെയും നമ്മെ കുടുംബക്കാരെയും നമ്മുടെ ഉസ്താദുമാരെയും നമ്മെ സഹായിച്ചവരെയും എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. നരകം തൊടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർവിലും ഉറക്കിലും കാണാനും
അതിവിദൂരമല്ലാത്ത ഭാവിയിൽ വിശുദ്ധമായ റൗള ഷരീഫിലെത്താനും ഒരു പ്രാവശ്യം എത്തിയവർക്ക് വീണ്ടും വീണ്ടും അവിടെ പോയി അനുഭവിക്കാനും ഉംറ ചെയ്യാനുമൊക്കെയുള്ള അവസരം അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.